നമസ്കാരം. ശൂന്യമായ മഹാപ്രപഞ്ചം, ബ്രഹ്മാണ്ടം, കറുകറുത്ത കൂരിരുൾ എങ്ങും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ ദിവ്യപ്രകാശം അവിടെ ഉണ്ടാവുകയാണ്. അതിങ്ങനെ വളർന്ന് 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 അതൊരു മനോഹരിയായ സ്ത്രീരൂപമായി മാറുന്നു. അതാണ് മാ കൂഷ്മാണ്ഡ. മാ കൂഷ്മാണ്ഡ ഭഗവതി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തിയായി മാറിയവളാണ്. സൃഷ്ടിക്ക് കാരണമായി മാറുന്നവളാണ്. അങ്ങനെയുള്ള മനോഹരിയായ ആ മാ കുഷ്മാണ്ഡ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിയിൽ സ്ത്രീയും പുരുഷനുമടക്കം ഈ ലോകത്ത് സർവ്വചരാചരങ്ങളും ഉണ്ടാവുകയാണ്. കൂ എന്ന് പറഞ്ഞാൽ ചെറുത്, ഊഷ്മ എന്ന് പറഞ്ഞാൽ ഊർജം, അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട. അപ്പോൾ ഊർജത്തിൻ്റെ ഒരു ചെറിയ മുട്ട, അതായിരുന്നു മാ കൂഷ്മാണ്ഡ. ഭഗവതിയുടെ വാഹനം കടുവയാണ്. അഷ്ടഭുജങ്ങളോടുകൂടി ആ 8 തൃക്കൈകളിലും ആയുധങ്ങളുമുണ്ട്. അതിൽ പ്രത്യേകമായി 3 ആയുധത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതിലൊന്ന് കമണ്ഡലവും, രണ്ടാമത്തത് അമൃതകുംഭവും, മൂന്നാമത്തത് ജപമാലയുമാണ്. ഊർജത്തിൻ്റെ ചെറിയ ആ ഒരു അണ്ടമായതുകൊണ്ട് ഭഗവതി അത് വളർന്നു വലുതായി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ലോകത്തിന് പൂർണ്ണമായ ഊർജത്തെ നൽകുന്നവളുമായതുകൊണ്ട് സൂര്യൻ്റെ അതിദേവതയായിട്ടാണ് ഭഗവതിയെ കണക്കാക്കുന്നത്. സൂര്യൻ്റെ ദോഷമുള്ളവർ, ആദിത്യ ദോഷമുള്ളവരൊക്കെ മാ കുഷ്മാണ്ഡയെ ഭജിക്കുന്നതും പൂജിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. കുഷ്മാണ്ഡ ഭഗവതിയുടെ കൈകളിലെ ആ ജപമാല അത് അഷ്ടസിദ്ധി നൽകുന്നതാണ്. ഭഗവതിയെ കൃത്യമായി പൂജിച്ചാൽ അഷ്ടസിദ്ധികൾ അവർക്ക് പ്രാപ്തമാകും. കൂടാതെ ശിവശക്തി ഏറ്റവും ആദിമാതാവും ആദിപിതാവും ഏറ്റവും മാതൃകാ ദമ്പതികൾ, അവരുടെ ആ ഐക്യവും ആ സ്നേഹവും സൂര്യൻ്റെ ദിശയും ഊർജവും എല്ലാം കുഷ്മാണ്ഡയെ ഭജിക്കുന്നവർക്ക് തീർച്ചയായും ഉണ്ടാവും. മാ കുഷ്മാണ്ഡയെ ഭജിക്കുന്നവർക്ക് ഐശ്വര്യങ്ങളും എല്ലാവിധമായ സന്തോഷങ്ങളും, ഒരു മാതൃകാ കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം സിദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കുഷ്മാണ്ഡയെ ഭജിക്കുന്നവർ ചുവന്ന പൂക്കൾ, ചുവന്ന പട്ട്, ചുവന്ന സിന്ദൂരം, ചുവന്ന വള, ഇതൊക്കെ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വർണ്ണ നിറവും അതേപോലെ മഞ്ഞ നിറവുമാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങൾ. വ്യാഴാഴ്ച ദിനം ഇതൊക്കെ ധരിച്ചുകൊണ്ട് കുഷ്മാണ്ഡയെ ഭജിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും കീർത്തി ഉണ്ടാവും. ഭഗവതിയുടെ നേദ്യമായിട്ട് നല്ല മധുരമുള്ള പഴങ്ങളും നല്ല മധുരമുള്ള പായസവും ഒക്കെ കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഏതായാലും മാതൃകാ ദമ്പതിയായി ഈ ലോകത്തിൻ്റെ പരമപ്രകൃതിയും പരാശക്തിയും പരമശിവനോടൊത്ത് പാർക്കുന്നവളുമായ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമായ സകല ചരാചരങ്ങളുടെയും ഊർജത്തിന് കാരണമായ സൂര്യൻ്റെ അതിദേവതയായിട്ട് അരുളുന്ന ഭഗവതിയെ നമുക്ക് 4-ാം ദിനം മാ കുഷ്മാണ്ഡയായി പ്രാർത്ഥിക്കാം, പൂജിക്കാം. നമസ്കാരം.